ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചുമെല്ലാം ഓരോ ദിവസവും നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോകുന്നത്. അതിനിടയിലാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന ഒരു യുവാവിന്റെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും അത് കണ്ണു നിറയിച്ചു എന്ന് തന്നെ പറയാം. 2 വയസ്സ് പ്രായമുള്ള തന്റെ കുഞ്ഞനുജനെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഫോട്ടോയ്ക്കൊപ്പമാണ് 21-കാരൻ കുറിപ്പ് പങ്കിട്ടിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് ആ 2 വയസ്സുകാരൻ യുവാവിന്റെ അനുജനായത് എന്നതാണ് ഈ കഥയെ വ്യത്യസ്തമാക്കുന്നത്. യുവാവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്കന്ന് 19 വയസ്സാണ് പ്രായം. സ്വന്തം കാര്യങ്ങൾ നോക്കി ശീലിച്ചിട്ടില്ലാത്ത പ്രായം. കൂട്ടുകാരോടൊത്ത് ഉല്ലസിച്ച് നടന്നിരുന്ന പ്രായം. ഒരു ദിവസം പതിവ് പോലെ നടക്കാനായി ഇറങ്ങിയതായിരുന്നു ഞാൻ. പെട്ടെന്നാണ് വഴിയരികിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ട്രക്കിന്റെ ടയറുകൾക്കിടയിൽ നിന്നും ചെറിയൊരു അനക്കം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം കരുതിയത് ആരെങ്കിലും ചപ്പുചവറുകൾ കവറിലാക്കി ഉപേക്ഷിച്ചതായിരിക്കുമെന്നാണ്. എന്നാൽ ആ കവർ ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഞാൻ ആകാംക്ഷയോടെ അത് തുറക്കാനായി ശ്രമിച്ചു. ശരിക്കും എന്റെ ശ്വാസം നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. ആ കവറിനുള്ളിൽ ജീവന് വേണ്ടി പിടയുന്ന ഒരു ചോര കുഞ്ഞായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ ചെയ്ത ക്രൂരത. അഴുക്കുപുരണ്ട ആ കവറിനുള്ളിൽ കിടന്ന് കുഞ്ഞ് വായുവിനായി കേഴുകയായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാനുണ്ടായിരുന്നില്ല. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രാണനും കൊണ്ടോടുമ്പോൾ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദൈവമേ, ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു നൽകണമേ എന്ന്. ആശുപത്രിയിലേക്കെത്തി അവനെ കൈമാറുമ്പോൾ ആ കുഞ്ഞു കൈകൾ എന്റെ വിരലിൽ മുറുകെ പിടിച്ചു. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. മാസം തികയാതെ പ്രസവിച്ചതിനാൽ കുഞ്ഞ് അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൂടാതെ അവിടെയുള്ള ആളുകൾ എന്നോട് പൊയ്ക്കൊള്ളാനും അവർ കുഞ്ഞിനെ അനാഥാലയത്തിലോ അല്ലെങ്കിൽ പോലീസിലോ ഏൽപ്പിച്ചുകൊള്ളുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല. എന്റെ വിരലുകളിൽ മുറുകെ പിടിച്ച ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് തോന്നിയില്ല. ആശുപത്രിയുടെ വരാന്തയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഒടുവിൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. പതിയെ അവൻ ആരോഗ്യം വീണ്ടെടുത്തു. പക്ഷേ അപ്പോഴാണ് അടുത്ത ചോദ്യം ഉയർന്നത്: ഈ കുഞ്ഞിനെ ഇനി ആര് നോക്കും? അവനെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ കേട്ടവരെല്ലാം ആദ്യം പരിഹസിച്ചു. അപ്പോഴും കുഞ്ഞിനെ വല്ല അനാഥാലയത്തിലും ഏൽപ്പിക്കൂ എന്നും നിന്റെ ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട എന്നൊക്കെ ആളുകൾ എന്നോട് പറഞ്ഞു. കുറെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഞാൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവനെ എന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആദ്യമായി അവനെ കണ്ട നിമിഷം തന്നെ എന്തോ ഒരു വലിയ ആത്മബന്ധം എനിക്ക് തോന്നിയിരുന്നു. തുടർന്ന് നമുക്ക് ഈ കുഞ്ഞിനെ കൂടെ കൂട്ടാമെന്ന് അമ്മയോട് ഞാൻ വീട്ടിലെത്തി അപേക്ഷിച്ചു. എന്നാൽ നമുക്കിതിന് സാധിക്കില്ലെന്നും അവനെ തിരികെ കൊണ്ടുപോകൂ എന്നൊക്കെ അമ്മ എന്നോട് കുറെ പറഞ്ഞു. ഒടുവിൽ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിച്ചു. അവനെ ഒന്ന് എടുത്തതോടുകൂടി അമ്മയുടെ മനസ്സലിയുകയും ചെയ്തു. ഞങ്ങൾ അവനെ ആരോൺ എന്ന പേരിട്ട് വിളിച്ചു. അച്ഛൻ മരണപ്പെട്ടതിന്റെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്കിടയിലേക്ക് അവൻ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഒരു ജൂൺ 14-നാണ് ഞങ്ങൾ അവനെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ജൂൺ 14 അവന്റെ ജന്മദിനമായി ഞങ്ങൾ ആഘോഷിക്കാനും തുടങ്ങി. ഇന്ന് അവന് 2 വയസ്സായി. അന്ന് ഡോക്ടർമാർ മരണപ്പെടുമെന്ന് വിധിയെഴുതിയ അവനിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഓടിക്കളിക്കുകയാണ്. അവൻ ആരോഗ്യവാനാണിപ്പോൾ. ഞങ്ങൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ലോകം തന്നെ ഇപ്പോൾ അവനാണ്. സഹോദരങ്ങളാകാൻ ഒരേ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്നില്ല. ചിലരെ നമ്മൾ ഹൃദയം കൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണ്. ഇങ്ങനെയായിരുന്നു യുവാവ് പങ്കുവച്ച കുറിപ്പ്. ഈ പോസ്റ്റിൽ നിരവധി ആളുകളാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കുറെ ആളുകൾ യുവാവിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ മറ്റു ചിലർ ഇതിന്റെ നിയമവശങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും പ്രകടിപ്പിക്കുന്നുണ്ട്. യുവാവിന്റെ ഈ കുറിപ്പ് ചൈൽഡ് അഡോപ്ഷൻ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപ് അവരെ നിയമപരമായി ദത്തെടുക്കാൻ ശ്രമിക്കണമെന്നും അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കുട്ടിയെ കൈവശം വെച്ചതിന് നിങ്ങളെ 2 പേരെയും അവർ വേർപിരിക്കുമെന്നൊക്കെ ആളുകൾ പ്രതികരിക്കുന്നു.